കാസർഗോഡ് CPI ജില്ലാ സമ്മേളനത്തിൽ CPI മന്ത്രിമാർക്കും വിമർശനം. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ മന്ത്രിമാർക്കാകുന്നില്ലെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയമെന്നും വിമർശനം. ജനങ്ങളോട് അടുത്തു നിൽക്കേണ്ട വകുപ്പ് ജനങ്ങളിൽ നിന്ന് അകന്നു. മന്ത്രി വേദിയിലിരിക്കെയാണ് പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. കാസർഗോഡ് നിന്ന് സരീഷ് നമുക്കൊപ്പമുണ്ട്. സരീഷ്, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ആരംഭിച്ച CPI കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് നിശിതമായ വിമർശനം CPI മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് CPIയുടെ മന്ത്രി GR അനിലിനാണ്. കാരണം സിവിൽ സപ്ലൈസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നായിരുന്നു മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ അവതരിപ്പിക്കുമ്പോൾ പ്രസ്താവന ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ കാര്യമായി പറയുന്നത് സാധാരണക്കാരന് ഏറ്റവും പെട്ടെന്ന് ഗുണം ലഭിക്കുന്ന ഒന്നാണ് ഈ സിവിൽ സപ്ലൈസ് വകുപ്പ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അവിടെ സാധാരണക്കാരന് വില കുറച്ച് സാധനങ്ങൾ ലഭിക്കും എന്ന വിശ്വാസത്തോടെ പോകുന്ന ഇടമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ സാധനങ്ങളില്ല. പല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങളും പൂട്ടിക്കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ സാധാരണക്കാരന് ഗുണം ലഭിക്കാത്ത ഇടമായി സിവിൽ സപ്ലൈസ് മാറി. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഇടപെടൽ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്ന് മന്ത്രിക്ക് അറിയില്ലേ തുടങ്ങിയ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കും. സ്വാഭാവികമായും ജനങ്ങൾ ഒപ്പം നിൽക്കേണ്ടവരാണ്. ജനങ്ങളോട് നേരിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു വകുപ്പാണ്. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഈ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ജനങ്ങൾ വിട്ടുപോവുകയും വകുപ്പിനെതിരാവുകയും ചെയ്യും. അത് സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് GR അനിലിനെതിരായ വിമർശനം. സമാനമാണ് കൃഷി വകുപ്പിനെതിരായ വിമർശനവും. കാരണം കാർഷിക വകുപ്പ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അവിടെ നെൽകൃഷിയാവട്ടെ, റബ്ബർ കൃഷിയാവട്ടെ, അവിടെ താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും സാധാരണക്കാരനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വകുപ്പിനാകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടതും വകുപ്പാണ്. മന്ത്രിക്ക് ഇത് തുറന്ന് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരന് പട്ടയം നൽകാനും റവന്യൂ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിലും വീഴ്ചയുണ്ടാവുന്നുണ്ട് എന്നായിരുന്നു റവന്യൂ വകുപ്പിനെതിരായ വിമർശനം. അങ്ങനെ മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വകുപ്പിനെ നിശിതമായ വിമർശനമാണ് ഈ CPI ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനയെയും വിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട്. കാരണം യുവാക്കളെ ആകർഷിക്കാനും അങ്ങനെ പല വിധത്തിലുള്ള വിമർശനമാണ്. എന്തായാലും മന്ത്രിമാരെ വേദിയിലിരുത്തിയാണ് ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്നത്. CPI ജില്ലാ സമ്മേളനത്തിൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ്.